കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വനിതാ സംവരണ ബില്ല് യഥാർത്ഥത്തിൽ ബി.ജെ.പിയുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു മറയാണെന്ന് ശ്രീജ മഠത്തിൽ ആരോപിച്ചു. മണ്ഡലം പുനർനിർണയവുമായും സെൻസസുമായും ബന്ധിപ്പിച്ചുകൊണ്ട് 33% സംവരണം നടപ്പിലാക്കുന്നത് കാലതാമസം വരുത്താനാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി. 2013 അവതരിപ്പിക്കപ്പെട്ട വനിതാ സംവരണ ബില്ല് കഴിഞ്ഞ 10 വർഷമായി ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിട്ടും മോദി സർക്കാർ എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ലെന്നും ശ്രീജ ചോദിച്ചു. ഇപ്പോൾ കൊണ്ടുവന്ന ബില്ലിലെ നിബന്ധനകൾ സ്ത്രീകളെ കബളിപ്പിക്കാനാണെന്നും അവർ വിമർശിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാടിനെതിരെ മഹിളാ കോൺഗ്രസ് സംസ്ഥാനം വ്യാപകമായി പ്രതിഷേധം ശക്തമാക്കും. ഇതിന്റെ ഭാഗമായി രാജ്ഭവൻ മാർച്ച് നടത്തുമെന്നും അവർ അറിയിച്ചു. മണ്ഡല പുനർനിർണയത്തിന്റെ പേരിൽ സംവരണം നീട്ടിക്കൊണ്ടുപോകുന്നതിനെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണി ശക്തമായി എതിർക്കുന്നു. കണ്ണൂർ DCC ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മഹിളാ കോൺഗ്രസ് ഭാരവാഹികളായ രജനി രാമനന്ദൻ, KN പുഷ്പലത, ഉഷാകുമാരി, CP ഗിരിജ എന്നിവരും പങ്കെടുത്തു. സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം ഉറപ്പാക്കാൻ ആത്മാർത്ഥമായ നടപടികളാണ് വേണ്ടതെന്നും അല്ലാതെ രാഷ്ട്രീയ ലാഭത്തിനായുള്ള പ്രഖ്യാപനങ്ങളല്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി.